കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ പറഞ്ഞിരുന്നു, ഒരു പേപ്പറിൽ വന്ന. ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു കഥ പറയാം. കഥയിൽ കാര്യമുണ്ട് കേട്ടോ, അതുകൊണ്ട് ആരും നിസ്സാരമായി കരുതരുത്. ഒരു വീട്, ഒരു 2 നില വീടാണ്, 2 നിലയിലുള്ള. അപ്പം മുകളിൽ ഒരു റൂം മാത്രമാണുള്ളത്, ബാത്റൂം സൗകര്യമുണ്ട്. ഓക്കെ. അപ്പോൾ താഴെ ഒരു സ്ത്രീയും 2 കുട്ടികളുമാണ് താമസിക്കുന്നത്. മുകളിൽ ആ ഒറ്റമുറി വീട്ടിൽ മുകളിലത്തെ നിലയിൽ ഒരു വൃദ്ധനാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഈ വൃദ്ധൻ ഏതു നേരവും പാട്ട്, അറിയപ്പെടുന്ന കുറേ ഗായകരുടെയും മറ്റും പാട്ടുകൾ ഇങ്ങനെ ഒച്ചത്തിൽ വെച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹവും പാടും. അങ്ങനെ കുറച്ച് ദിവസമായപ്പോൾ ഈ താഴെ താമസിക്കുന്ന സ്ത്രീക്ക് അത് വളരെ ബുദ്ധിമുട്ടായി. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ചെന്ന് വാതിൽ മുട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പാട്ട് അങ്ങനെ വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളത് വേണ്ട, അല്ലെങ്കിൽ ശബ്ദം തീരെ കുറച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞു. അതിനാണ് പിന്നെ 2 ദിവസം ശബ്ദമില്ല. പിന്നീട് ശബ്ദം ചെറിയ രീതിയിൽ കേൾക്കാൻ തുടങ്ങി. വീണ്ടും പഴയതുപോലെയായി. അപ്പോൾ സ്ത്രീക്ക് ഭയങ്കര ദേഷ്യമായി. അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസുകാർ വന്നു, അവർ വന്ന് വാർണിംഗ് ചെയ്തു. അപ്പോൾ വീണ്ടും പഴയതുപോലെ കുറയ്ക്കും, പിന്നെയും വീണ്ടും ഇത് തന്നെ. അത് രാത്രിയിലുമൊക്കെ ഇങ്ങനെയാണ്, ശബ്ദമാണ്. അപ്പോൾ പിന്നീട് പറഞ്ഞു, ഇനിയും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് വിളിക്കും. അങ്ങനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു, താക്കീതൊക്കെ നൽകി. ഇനിയൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല, ഇങ്ങനെ പാട്ടൊന്നും വെക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വന്നു. അപ്പം വന്നതിന് ശേഷം എന്താണ്, ഇയാളങ്ങനെ പാട്ട് വയ്ക്കില്ല, സൗണ്ടൊന്നുമില്ല. അപ്പോൾ താഴെ താമസിക്കുന്ന സ്ത്രീക്ക് എന്ത് ചെയ്തു, അപ്പം ഈ പാട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പം കുട്ടികളാണെങ്കിലും പാട്ട് കേട്ടിട്ട് ഉറങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വീണ്ടും ചെന്ന് വാതിൽ മുട്ടിയിട്ട് പറഞ്ഞു, അത് നിങ്ങൾ ഇനി സൗണ്ടില്ലാതെ പാട്ടൊന്നും വയ്ക്കേണ്ട, നിങ്ങൾ പാട്ട് ഉച്ചത്തിൽ തന്നെ വെച്ചോളൂ, അങ്ങനെ സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇയാൾക്കൊരത്ഭുതം, ഇതെന്താ ഇത്രയും നാളും പാട്ട് വേണ്ട എന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പോഴെന്തുകൊണ്ടാണ്? കാരണമായി അവർ പറഞ്ഞത്, അവരുടെ കുട്ടികൾക്ക് ഈ പാട്ട് കേൾക്കാതെ ഉറക്കം വരുന്നില്ല എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. കാരണം ദിവസം ഇത് കേട്ടാണ് കുട്ടികൾ ഉറങ്ങുന്നത്. അപ്പം ഇപ്പോൾ ആ പാട്ട് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നു. അപ്പം എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞ വളരെ ഭവ്യതയോടെയൊക്കെ പറഞ്ഞത്, എനിക്കും ഇപ്പോൾ താങ്കളുടെ ഈ പാട്ടുകളൊക്കെ കേൾക്കാതെ ഉറക്കം വരില്ല എന്ന ഒരു സ്റ്റേജിലേക്ക് താനും എത്തിയിരിക്കുന്നു. അതായത് അത്രയും നാളും വെറുപ്പോടുകൂടി ആ പാട്ട് കേട്ടു, പിന്നീട് അതൊരു ഇതൊക്കെ ആ ഒരു സ്നേഹത്തോടു കൂടി ആ പാട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പോഴെന്ത് ചെയ്തു, ആ വെറുപ്പ് മാറി സ്നേഹമുണ്ടായി. അതുവരെ ഉണ്ടായിരുന്ന ആ ദേഷ്യം ഇല്ലാണ്ടായി. മനസ്സിലായി? ഇതുപോലെയാണ് ഒരാളോട് വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരാളെ സമീപിക്കുന്നതും ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് ഒരാളെ സമീപിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതെന്ത് ജോലിയായാലും ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ ഒരു രീതിയും, ഇഷ്ടമില്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടിയൊക്കെ ചെയ്യുമ്പോഴും മറ്റൊരു രീതിയാണ്, അല്ലേ? കാരണം എന്തൊരു കാര്യത്തെയും നമ്മൾ എങ്ങനെയാണോ സമീപിക്കുന്നത് ആ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും, അല്ലേ? നല്ല രീതിയിലാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതെങ്കിൽ തിരിച്ചും അതുപോലെ കിട്ടും. നല്ല മനസ്സോടു കൂടി ഒരു കറി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ നന്മ കൈപുണ്യമായിട്ട് ആ കറി നന്നാക്കും. അങ്ങനെയെന്ന് പറയുന്നത് പോലെ നമ്മൾ സ്നേഹത്തോടുകൂടി സമീപിച്ചാൽ തിരികെ സ്നേഹം കിട്ടും, അല്ലേ? അപ്പോൾ നമ്മുടെ സമീപനമാണ് എപ്പോഴും ഒരു പ്രശ്നമായി നിൽക്കുന്നത് എന്നൊരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ.